ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മാസജ്തദം അൻജറ മിൻ മുഖ്ലത്തിൻ ബിദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രിയ സഹോദരന്മാരെ, നാം ബുർദ പഠനത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം മദ്ഹ് കാവ്യങ്ങൾ വിരചിതമായിട്ടുണ്ട്. എന്നാൽ അതുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച ഖസീദത്തുൽ ബുർദയാണ്. അത് പണ്ഡിത ലോകം ഇവിടെ അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ്. അർത്ഥത്തിലും ആശയത്തിലും അതുപോലെ തന്നെ അറബി സാഹിത്യത്തിലും എല്ലാ കാര്യങ്ങളിലും ഏറ്റവും മികച്ചു നിൽക്കുന്നത് ഖസീദത്തുൽ ബുർദയാണ്. ആ ഖസീദത്തുൽ ബുർദയെ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അത് തുടങ്ങുന്നത്, കവികൾ തുടങ്ങുന്നത് പോലെ ചില ചിത്രീകരണങ്ങളും ചില സങ്കല്പങ്ങളും ചില ഓർമ്മപ്പെടുത്തലുകളും ആ നിലയിലുള്ള ഒരു ശൈലിയാണ് മഹാനവറുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ആദ്യ ഭാഗത്തിൽ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്കിൽ, അവിടത്തോടുള്ള സ്നേഹത്തിൽ മുഴുകി അവിടുന്ന് കരഞ്ഞ് മനസ്സ് പൊട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ അതിനുള്ള കാരണം അവതരിപ്പിക്കാൻ, അതിനുള്ള കാരണം ബോധിപ്പിക്കാൻ അവിടുന്ന് ചില അന്വേഷണങ്ങൾ നടത്തുന്നത് പോലെയുള്ള ശൈലിയിലാണ് ആദ്യമായി പറയുന്നത്. രണ്ടാമതായി പിന്നീട് പ്രവേശിക്കുന്നത് സ്വന്തം ശരീരത്തോട് ചില ഉപദേശങ്ങൾ കൊടുത്ത് സ്വന്തം ശരീരത്തെ നന്മക്ക് പാകപ്പെടുത്തിയെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെടാനുമുള്ള ആ ഒരു ശൈലി പാകപ്പെടുത്തിയെടുക്കുന്ന ഒരു രൂപമാണ് രണ്ടാമതായി സ്വീകരിച്ചിട്ടുള്ളത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അപ്പോൾ കവികൾ സാധാരണ ഓരോ ഭാഷ ഉപയോഗിക്കും. അത് ചില ചിത്രീകരണങ്ങളും ചില സങ്കല്പങ്ങളും അതുപോലെ ചില കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവതരിപ്പിക്കുന്ന ശൈലിയും ഉണ്ടാകും. ഇവിടെ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്യുന്നത്, സ്വന്തം ശരീരത്തെ അഭിസംബോധകനായി നിർത്തി അവിടുത്തെ മനസ്സിലുള്ള ഇഷ്കിനുള്ള, സ്നേഹത്തിനുള്ള കാരണങ്ങൾ തിരയുന്ന ഒരു ശൈലിയാണ്. സാധാരണ ചില കവികളൊക്കെ ചില പ്രയോഗങ്ങൾ പറയുമല്ലോ. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, കാഫുമല കണ്ട പൂങ്കാറ്റ്. അവിടെ ആരെങ്കിലും പൂങ്കാറ്റ് എങ്ങനെയാണ്, കാഫുമല കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ കാറ്റിനോടും മേഘത്തിനോടും സങ്കടം പറഞ്ഞു. കാറ്റിനോടും മേഘത്തിനോടൊക്കെ എങ്ങനെ സങ്കടം പറയുക? ആരെങ്കിലും അങ്ങനെ ചോദിക്കാറുണ്ടോ? അതൊരു ശൈലിയാണ്. മനസ്സിൻ്റെ മണിയറയിൽ ഇന്ന വ്യക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാട്ട് കൊടുക്കും. അവിടെ മനസ്സിൻ്റെ ഉള്ളിൽ ആളെ കൊള്ളുമോ എന്നൊന്നും ചോദിക്കാറില്ല. അത് പ്രയോഗങ്ങളാണ്. നമ്മൾ പറയുമല്ലോ, മദീന റൗളയിലല്ല, മക്ക മരുഭൂമിയിലല്ല, തിരുദൂതർ എന്നും എന്നോട് കൽബില. അപ്പം അതൊരു പറച്ചിലാണ്. എൻ്റെ ഹബീബ് കൽബിലുണ്ട് എന്നൊക്കെ പറയുമല്ലോ. അപ്പം ഹബീബിനെ എൻ്റെ കൽബിക്കുള്ളോ എന്ന് ചോദിക്കലില്ലല്ലോ. എന്നതുപോലെ ഒരു ചിത്രീകരണം തുടക്കത്തിൽ മഹാനവറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് അമിന്ദദ കുരിജീറാനിം ബിദി സലമി
മസജിതദം അൻജറ മിൻ മുഖ്ലത്തിൻ ബിദമി. അതിലൂടെ പറയുന്നത് എന്താണ്? അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഓർത്തിട്ട് ചിന്തിച്ചിട്ട് മനസ്സിൽ കൊണ്ടു നടന്നിട്ട് അവിടുന്ന് കരച്ചിൽ വരികയാണ്, അവിടുന്ന് കണ്ണുനീര് വരികയാണ്, മനസ്സ് വിങ്ങി പൊട്ടുകയാണ്. അതിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഒരു പ്രയോഗം അത് കാവ്യമായി ഇങ്ങോട്ട് പുറപ്പെടുകയാണ്. അതാണ് ചോദിക്കുന്നത്, അമിന്തതക്കുരി ജീറാനിം വിദീസലമി, ദീസലമിലെ അയൽവാസിയെ ഓർത്തതിനാലാണോ മസജിത്ത ദംഅൻ, നീ കണ്ണുനീരിനെ കലർത്തിയത്, ജറ അത് ഒലിച്ചിരിക്കുന്നു, മീ മുഖ്ലത്തിൻ കൃഷ്ണമണിയിൽ നിന്ന്, ബിദമി രക്തത്തോട് നീ കലർത്തിയത്, അഥവാ രക്തപങ്കിലമായ കണ്ണുനീര് നീ ഒഴിക്കുന്നത് ദീസലമിലുള്ള അയൽവാസിയെ ഓർത്തതിനാലാണോ? അ മിൻ തദക്കുരീന ജീറാനി, ദീസലമിലുള്ള അയൽവാസിയെ ഓർത്തതിനാലാണോ നീ രക്തപങ്കിലമായ കണ്ണുനീര് പൊഴിക്കിയത്? അപ്പൊ ദീസലം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സൗദിയിലെ മദീനയോടടുത്തൊരു സ്ഥലമാണ്. അപ്പോ നമുക്ക് ബന്ധപ്പെട്ട ഒരാളുടെ വീട് കാണുമ്പോൾ, നമുക്ക് ബന്ധപ്പെട്ട ഒരാളുടെ ഒരു കാറ് കാണുമ്പോൾ നമുക്ക് ആ വ്യക്തിയെ ഓർമ്മയാകും. ആ വ്യക്തി അതിലില്ലെങ്കിലും അത് ആ വ്യക്തിയുടെ വീടാണല്ലോ, ആ വ്യക്തിയുടെ കാറാണല്ലോ, ആ വ്യക്തിയുടെ ബിൽഡിംഗ് ആണല്ലോ എന്നൊരു ഓർമ്മ വരുമല്ലോ. അപ്പൊ എന്നതുപോലെ ദീസലമിലുള്ള അയൽവാസി എന്ന് പറഞ്ഞാൽ മദീനയിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബിയെ ഓർത്തതിനാലാണോ ചിത്രീകരിച്ച് പറയുകയാണ് നീ രക്തമങ്കിലമായ കണ്ണുനീരൊഴുക്കിയത്. പിന്നെയും കാരണം തരികയാണ്, അം ഹബ്ബത്തിർ റീഹു മിൻ തിൽഖാഇ കാളിമതി വ ഔമൽ ബർഖു ഫീ വൽമാഇ മിൻ ഇളമി. അവിടുന്ന് പറയുകയാണ്, അതല്ല, അം ഹബ്ബത്തിർ റീഹു കാറ്റടിച്ച് വീശിയോ, മിൻ തിൽഖാഇ കാളിമ കാളിമയുടെ ഭാഗത്തിൽ നിന്ന്. കാളിമ എന്ന് പറഞ്ഞാൽ മക്കന്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. പിന്നെ പറയാണ് ഔമദൽ ബർഖു മിന്നൽ ലംഘിയോ, ഫില്ലൽമായി അന്ധകാരത്തിൽ നിന്ന്, മിൻ ഇളം ഇളം മലയുടെ. മദീനയുടെ അടുത്തുള്ള ഒരു മലയാണ് ഇളമ് എന്ന് പറയുന്നത്. കാളിമ എന്ന് പറയുന്നത് മക്കന്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്, അഥവാ മക്കയിലേക്ക് ഉള്ള വഴി, അതാണ് കാളിമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാളിമയുടെ അടുക്കൽ നിന്ന് കാറ്റ് വീശുമ്പോൾ, അതുപോലെ ഇളം പർവ്വതത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് മിന്നൽ കാണുമ്പോൾ അവിടുന്ന് ഹബീബിനെ ഓർമ്മ വരികയാണ്. അതിൻ്റെ താഴെയാണല്ലോ, അതിൻ്റെ അടുത്താണല്ലോ ഹബീബുള്ളത് എന്ന ചിന്ത വരികയാണ്. ഇപ്പോൾ ഏതെങ്കിലും പൂവുള്ള മരത്തിൻ്റെ അടുത്തിലൂടെ കാറ്റ് വരുമ്പോൾ ആ കാറ്റ് ആ പൂവിൻ്റെ വാസന നമ്മിലേക്ക് എത്തിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു കാലത്ത് കിട്ടിയിരുന്ന, നാം ഉപയോഗിച്ചിരുന്ന അത്തർ, അത് നമ്മളെ വസ്ത്രത്തിലാക്കി പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ട് ആ വസ്ത്രം എടുത്ത് ഉടുക്കുമ്പോൾ അതിൽ നിന്ന് ആ വാസന വന്നാൽ, അല്ലെങ്കിൽ അതേ തരത്തിലുള്ള അത്തർ പിന്നീട് ലഭിക്കുമ്പോൾ നമുക്ക് ആ കാലഘട്ടം ഓർമ്മ വരും. നമ്മൾ ആ അത്തർ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ആ അത്തർ പുരട്ടിയ തുണി ഉപയോഗിച്ചിരുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ആ പുഷ്പത്തിന്മേൽ തട്ടി കാറ്റിങ്ങോട്ട് വരുമ്പോൾ ആ പുഷ്പത്തെ നമുക്ക് ഓർമ്മ വരും. എന്നതുപോലെ മദീനന്റെ ഭാഗത്തിൽ നിന്ന് കാറ്റ് വരുമ്പോഴും, അതുപോലെ ദീസലമിലുള്ള അയൽവാസിയെ ഓർക്കുമ്പോഴും അവിടുന്ന് കരച്ചിൽ വരികയാണ്, മനസ്സിൽ ദുഃഖം വരികയാണ്. അപ്പം അതിൻ്റെ കാരണം തേടിക്കൊണ്ട് മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം ശരീരത്തെ തന്നെ അഭിസംബോധകന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു ശൈലിയാണ് ഈ സ്വീകരിച്ചിട്ടുള്ളത്. ആ കാര്യം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ പറയാണ്, വമാലി ഐനൈക ഇൻ ഉൽതഖു ഫഹമത വമാലി ഖൽബിക ഇൻ ഖുൽതസ്തഫിഖ് യഹീമി. അവിടുന്ന് പറയാണ്,
എന്താണ്? എത്ര ചിന്തിച്ചിട്ടും, എത്ര ക്ഷമിച്ചിട്ടും, എത്ര ഒതുക്കാൻ ശ്രദ്ധിച്ചിട്ടും ഈ കണ്ണുനീര് ഒലിക്കുന്നത് നിൽക്കുന്നില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ ചില സങ്കടപ്പെട്ടുകൊണ്ടിങ്ങനെ കണ്ണുനീരിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് ആ കണ്ണുനീര് നമ്മൾ ഒതുക്കാനും സങ്കടപ്പെടാതിരിക്കാനും ഒക്കെ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും അണപൊട്ടി വരും. എന്നതുപോലെ ബൂസുരിമാ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവിടുന്ന് കണ്ണുനീര് ധാരധാരയായി വരികയാണ്. അതുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഫമാലി ഐനൈക, നിന്റെ രണ്ട് കണ്ണിന് എന്താണ് സംഭവിച്ചത്? ഇൻ കുൽത്ത, നീ പറഞ്ഞാൽ, ഉക്ഫുഫാ, നിങ്ങൾ രണ്ടുപേരൊന്ന് അടങ്ങണം, ശാന്തമാകണം എന്ന് പറഞ്ഞാൽ, ഒന്ന് നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ, അമത്താ, അത് രണ്ടും ഒലിക്കുന്നു. ഒമാലി കൽബിക, നിന്റെ ഹൃദയത്തിന് എന്ത് സംഭവിച്ചു? ഇൻ കുൽത്ത, നീ പറഞ്ഞാൽ, ഇസ്തഫിഖ്, ഒന്ന് ബോധത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ബോധ അവസ്ഥയിലേക്ക് വരുന്നില്ല. യഹിമി, അതിങ്ങനെ പരിഭ്രമിക്കുകയാണ്. എന്ത് സംഭവിച്ചു നിന്റെ ഹൃദയത്തിന്, എന്ത് സംഭവിച്ചു നിന്റെ കൽബിന് എന്നിങ്ങനെ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അതിൻ്റെ കാര്യം ഇങ്ങനെ ചിത്രീകരിച്ചു കൊണ്ട് പറയുകയാണ്. അപ്പൊ ബൈത്തിന്റെ ഉദ്ദേശം, രണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. ഹൃദയം അതിങ്ങനെ വേദനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹൃദയത്തിൽ അങ്ങേയറ്റത്തെ ദുഃഖമാണ്. ഇതൊന്ന് ശാന്തമാകണം, ഒന്ന് അടങ്ങണം എന്ന് പറഞ്ഞിട്ട് അത് നിൽക്കുന്നില്ല എന്ന് ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് വരുന്ന ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും മനോമുഖരത്തിൽ വരുന്ന ഇഷ്കിൻ്റെയും കാരണങ്ങൾ ഇങ്ങനെ തിരയുന്ന ഒരു ശൈലിയാണ് ആദ്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ മറ്റുള്ളവർ ഏതെങ്കിലും സ്ത്രീയുടെ കാര്യത്തിലോ ഏതെങ്കിലും വ്യക്തിയുടെ കാര്യത്തിലോ ഏതെങ്കിലും വസ്തുവിൻ്റെ കാര്യത്തിലോ ആണ് ചിന്തിച്ച് ഹൃദയം പൊട്ടിക്കുന്നതും അതുപോലെ തന്നെ കണ്ണുനീരൊലിപ്പിക്കുന്നതും അതുപോലെ വളരെ സങ്കടപ്പെട്ട് നടക്കുന്നു എങ്കിലും മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദുഃഖവും സങ്കടവും ചിന്തയും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തത് കൊണ്ടാണ്. ആ ഒരു ചിത്രീകരണമാണ് ഈ തുടക്കത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗം നമുക്ക് പിന്നീട് പറയാം. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്തിലായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.